എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുറകിൽ കാണുന്ന രണ്ട് ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളുടെ പേരാണ്. ഒരാളുടെ പേര് ബിരിയാണി അഭിരാമി, ഒരാളുടെ പേര് മീനാക്ഷി സുന്ദരം എന്നാണ്. ഇവർ രണ്ടുപേരും കാമുകന്മാരായിരുന്നു. ഇവർ രണ്ടുപേരെയും കഴിഞ്ഞ ജൂലൈ 24 തീയതി കാഞ്ചീപുരത്തെ സെഷൻ കോടതി മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. മലയാളികൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് തിരുവനന്തപുരത്തെ കഷായം ഗ്രീഷ്മ നടത്തിയ കൊലപാതകം. വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് കഷായം ഗ്രീഷ്മ നടത്തിയത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്ത രണ്ട് കൊലപാതകങ്ങൾ ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തി. അതായത് ഈ അഭിരാമി എന്ന് പറയുന്ന ഈ ബിരിയാണി അഭിരാമിയും അതോടൊപ്പം തന്നെ കാമുവിനായിട്ടുള്ള ഈ സുന്ദരവും ചേർന്ന് നടത്തി. അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. 2018 അത് നടന്നത്. അതിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഈ അഭിരാമി എന്ന് പറയുന്ന ഈ പെൺകുട്ടി വിവാഹിതയാണ്, 2 മക്കളുമുണ്ട്. ഭർത്താവിന്റെ പേര് വിജയ് എന്നാണ്. അദ്ദേഹം ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഇവര് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവുകയാണ്. 2018 ഈ പറഞ്ഞ റീൽസുകളൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അന്ന് ഏറ്റവും കൂടുതൽ റീൽസുകൾ വന്നുകൊണ്ടിരുന്നത് ടിക്ടോക്കിലാണ്. അപ്പോൾ അഭിരാമിക്ക് ഇങ്ങനെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ട് ടിക്ടോക്കിൽ എങ്ങനെ ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് വീഡിയോകൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്ടോക്കിൽ ഒരുപാട് വീഡിയോകൾ അഭിരാമിയുടേതായിട്ട് ഉണ്ട്. അത്തരത്തിൽ വീഡിയോ ഇടുകയും വലിയ രീതിയിൽ അഭിരാമി വൈറലായി തീരുകയും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളായി മാറുകയും ചെയ്തു. അങ്ങനെ അഭിരാമി റീൽസുകളൊക്കെ ചെയ്ത് അത്യാവശ്യം വൈറലായി തീരുകയും നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു താരമായി മാറുകയും ചെയ്തു. അങ്ങനെ ടിക്ടോക്ക് അഭിരാമി എന്ന ഒരു പേര് നാട്ടിലൊക്കെ ഈ പെൺകുട്ടിക്ക് ലഭിച്ചു. അപ്പൊ അഭിരാമിക്ക് 2 ഹോബികൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് ഇങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ റീൽസുകൾ ചെയ്യുക. രണ്ടാമത്തെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ നല്ല ബിരിയാണി എവിടാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വാങ്ങി കഴിക്കുക. ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇദ്ദേഹം രാത്രി വൈകിയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അഭിരാമിയുടെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഈ ടിക്ടോക്ക് ചെയ്തതിനു ശേഷം ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ബിരിയാണി കിട്ടുന്നിടത്തൊന്നും ഈ അഭിരാമി ഓർഡർ ചെയ്ത് ഈ ബിരിയാണി വരുത്തി വീട്ടിൽ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് വീടിന്റെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും ഇതുപോലെ ബിരിയാണി വരുത്തി കഴിക്കുന്ന ഒരു ശീലം അഭിരാമിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഫോൺ വഴി ഈ ഒരു ഹോട്ടലിൽ നിന്നും അഭിരാമി ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഈ ബിരിയാണി കൊണ്ടു കൊടുക്കുന്നത് ഈ മീനാക്ഷി സുന്ദരം എന്ന് പറയുന്ന ഈ കാമുകനായിരുന്നു. ആദ്യമൊക്കെ ഇവർ തമ്മിൽ ചെറിയ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മീനാക്ഷി സുന്ദരം എന്ന് പറയുന്ന ഈ സുന്ദരം എന്താണ് ചെയ്തത്? സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ബിരിയാണി ഓർഡർ ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് ഈ ചിക്കൻ്റെ ഒക്കെ പീസുകൾ കൂട്ടുക, ഇച്ചിരി കൂടെ റൈസ് കൂട്ടിയൊക്കെ നല്ല രീതിയിലുള്ള ബിരിയാണി സ്ഥിരമായിട്ട് ഈ അഭിരാമിക്ക് കൊണ്ടു കൊടുത്തു. അഭിരാമി നാട്ടിലെ ഒരു ടിക്ടോക്ക് താരം കൂടിയാണല്ലോ. അങ്ങനെ ബിരിയാണി കൊണ്ടു കൊടുത്തത് മാത്രമല്ല, സുന്ദരവും അഭിരാമിയും ചേർന്ന് ഈ ടിക്ടോക്കും കൂടെ ചെയ്യാൻ തുടങ്ങി. ഈ ടിക്ടോക്കൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം, ഒരു സ്ക്രീനിനകത്ത് 2 പേരും കൂടെ ചേർന്നിരുന്ന് ടിക്ടോക്ക് ചെയ്യുന്ന വീഡിയോകൾ, അതായത് റീൽസുകൾ ധാരാളമായിട്ട് ഉണ്ട്. അത്തരത്തിൽ ഇവര് 2 പേരും കൂടെ രാത്രി കാലങ്ങളിലൊക്കെ ഒരുമിച്ചിരുന്ന് റീൽസുകളൊക്കെ ചെയ്തു. ഇതോടൊപ്പം തന്നെ ബിരിയാണി കൊണ്ടു കൊടുത്തു. അങ്ങനെ പരിചയം മൂർച്ഛിച്ച് അവസാനം ഇവർ തമ്മിൽ പ്രണയത്തിലായി തീരുകയും ചെയ്തു. പ്രണയം മൂർച്ഛിച്ചു വന്ന സമയത്ത് അഭിരാമിക്ക് ഒരേ ആഗ്രഹം ഈ പറഞ്ഞ സുന്ദരത്തോടൊപ്പം ജീവിക്കണമെന്ന്. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ ഭർത്താവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ സുന്ദരത്തോട് ഈ കാര്യം ആവശ്യപ്പെട്ടു. അതായത് തന്റെ കൂടെ എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് സുന്ദരം പറഞ്ഞു, ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ താമസിക്കാൻ ഞാൻ കൊണ്ടുപോയിക്കളാം എന്നുള്ളൊരു ഉറപ്പ് ഈ അഭിരാമിക്ക് കൊടുത്തു. അങ്ങനെ ഇവര് 2 പേരും കൂടെ ഒരുമിച്ച് താമസിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുകയും ഈ കുഞ്ഞുങ്ങളെയും ഈ പറഞ്ഞ ഭർത്താവിനെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അഭിരാമി ആവശ്യപ്പെട്ട പ്രകാരം ഈ സുന്ദരം ഉറക്കഗുളികൾ വാങ്ങിച്ച് ഈ അഭിരാമിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അന്നത്തെ രാത്രിയിൽ ഈ 2 കുഞ്ഞുങ്ങൾക്കും പാലില് ഉറക്കഗുളിക കലക്കി ഈ അഭിരാമി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. ഭർത്താവ് ഇച്ചിരി ലേറ്റ് ആണെന്നുണ്ടെങ്കിലും രാത്രി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ആഹാരത്തിലും ഈ ഉറക്കഗുളിക കലർത്തിയതിനു ശേഷം ഈ അഭിരാമി ഭർത്താവിനെ കാത്തിരുന്നു. അവിടാണ് അഭിരാമിയുടെ പ്ലാൻ തെറ്റിപ്പോയത്. അന്ന് ഭർത്താവിന് ബാങ്കിൽ കുറച്ചധികം പണി ഉണ്ടായതിനാൽ അന്നത്തെ ദിവസം വന്നില്ല. പിറ്റേന്ന് രാവിലെയാണ് ഈ വിജയ് എന്ന് പറയുന്ന ഈ അഭിരാമിയുടെ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. വെളുപ്പിനെ 3 മണി വരെ ഭർത്താവിനെ നോക്കി ഈ അഭിരാമി വീട്ടിൽ സമയം ചെലവഴിച്ചു. അപ്പൊ ഭർത്താവ് വരാത്തതിനെ തുടർന്ന് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴാണ് നാളെ രാവിലെ വരത്തുള്ളൂ എന്നുള്ള കാര്യം ഭർത്താവ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ സുന്ദരത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സുന്ദരത്തോടൊപ്പം പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ അഭിരാമി നടത്തി. അപ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചോ എന്ന് നോക്കിയ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ജീവനുണ്ട്. അപ്പോൾ പോകാനുള്ള ധൃതി കൊണ്ട് അഭിരാമി
തലയണ എടുത്ത് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊന്നു. അതിനുശേഷമാണ് സുന്ദരത്തോടൊപ്പം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അഭിരാമിയുടെ ഭർത്താവ് രാവിലെ എത്തിയ സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുകയും പെട്ടെന്ന് തന്നെ അവിടെ താക്കോലൊക്കെ തപ്പിയെങ്കിലും കിട്ടിയില്ല. പിന്നീട് ഈ കതവ് ചവിട്ടിപ്പൊളിച്ച് അഭിരാമിയുടെ ഭർത്താവ് അകത്ത് കയറിയപ്പോഴാണ് ഈ ബെഡ്റൂമിനകത്ത് രണ്ട് കുഞ്ഞുങ്ങള് ബോധരഹിതരായിട്ട് കിടക്കുന്നത് കാണുകയും ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഈ വിജയ് അവിടുത്തെ അയലോക്കക്കാരെ കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും ആ ഹോസ്പിറ്റലിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞുങ്ങൾ മരിച്ച വിവരം അറിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഭാര്യയെ കാണാനുമില്ല. അങ്ങനെ തന്നെ ഈ വിജയ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും അങ്ങനെ പോലീസുകാര് ഇവരെ നിരീക്ഷിച്ചു. അതായത് ഈ പറഞ്ഞ അഭിരാമിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചു. ഫോണിന്റെ ലൊക്കേഷനൊക്കെ പരിശോധിച്ച സമയത്താണ് ഈ സുന്ദരത്തെയും അഭിരാമിയെയും അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്. ഇവരെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇവര് കുറ്റം സമ്മതിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള കാര്യം അഭിരാമിയും ഈ സുന്ദരവും സമ്മതിച്ചു. അപ്പോൾ ഈ ഒരു വാർത്ത തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള കോളിളക്കമാണ് ഉണ്ടാക്കിയത്. അതായത് ഈ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പ്രസവിച്ചത് ഈ പറഞ്ഞ അഭിരാമി തന്നെയാണ്, സ്വന്തം കുഞ്ഞുങ്ങളാണ്. ഈ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും വലിയ രീതിയിലുള്ള വിവാദങ്ങളുമാണ് ഇതിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലുണ്ടായത്. അതായത് പരമാവധി ശിക്ഷ ഇവർക്ക് രണ്ടുപേർക്കും ലഭിക്കണം എന്നുള്ളതാണ് ഓരോ തമിഴന്മാരെയും സംബന്ധിച്ചും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ബിരിയാണി അഭിരാമി എന്ന് ഈ അഭിരാമിക്ക് പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു ബിരിയാണിയിൽ തുടങ്ങിയ ബന്ധമാണ് ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകത്തിലേക്ക് ഇവരെ രണ്ടുപേരെയും നയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ബിരിയാണി അഭിരാമി എന്നുള്ള പേര് ഈ പറഞ്ഞ അഭിരാമിക്ക് ലഭിച്ചത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തുടർച്ചയായിട്ട് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതായത് ഏറ്റവും ഒടുക്കം ഈ വിധി പ്രസ്താവം കേൾക്കുവാൻ വേണ്ടി ഈ കോടതിയിലേക്ക് ഈ അഭിരാമിയെ കൊണ്ടുവന്ന സമയത്ത് ഈ അഭിരാമിയുടെ കയ്യിലൊക്കെ നെയിൻ പോളിഷ് ഒക്കെ അടിച്ച് കൂട്ടക്സ് ഒക്കെ അടിച്ചാണ് ഇവര് കൊണ്ടുവന്നത് പോലീസുകാര്. അതായത് ഇവിടെ കാർണവർ വധക്കേസിലെ പ്രതിക്ക് കിട്ടിയ ആനുകൂല്യം പോലെ അല്ലെങ്കിൽ ഈ കഷായം ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ആനുകൂല്യം പോലെ പല ആനുകൂല്യങ്ങളും ഈ പറഞ്ഞ ജയിലില് ഈ പെൺകുട്ടിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം പല രീതിയിലും പുറത്തേക്ക് വരുന്നുണ്ട്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിധി പ്രസ്താവിക്കുന്നത് കേൾക്കുവാൻ വേണ്ടി ഈ അഭിരാമി കോടതിയിലെത്തി. അപ്പൊ കോടതിയിലെത്തിയതിനു ശേഷം ഈ അഭിരാമിയുടെ വക്കീൽ പറഞ്ഞത് ഈ അഭിരാമിയുടെ മാതാപിതാക്കളൊക്കെ വയസ്സായിരിക്കുകയാണ്, ഇതിനോടകം തന്നെ 7 കൊല്ലം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് കടുത്ത ശിക്ഷയൊന്നും നൽകരുത്, ഈ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി വേറെ ആരുമില്ല, അതുകൊണ്ട് പുറത്ത് വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാദം ഉന്നയിച്ചുവെങ്കിലും ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കുഞ്ഞിനെ കൊന്നതിന് ഒരു ജീവപര്യന്തം, അടുത്ത കുഞ്ഞിനെ കൊന്നതിന് ഒരു ജീവപര്യന്തം. അതോടൊപ്പം തന്നെ ഈ ഭർത്താവിനെ വഞ്ചിച്ച് ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കിയത് അഭിരാമിയാണ്. അപ്പോൾ അത്തരത്തില് ഉള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് വേറൊരു ജീവപര്യന്തം കൂടെ, അങ്ങനെ 3 ജീവപര്യന്തമാണ് ഈ പെൺകുട്ടിക്ക് കോടതി നൽകിയിരിക്കുന്നത്. അതായത് മരണം വരെ ഈ ജയിലിനകത്ത് കിടക്കേണ്ടി വരുന്ന ഒരു വിധിയാണ് അവിടുത്തെ കോടതി ഈ പെൺകുട്ടിക്ക് നൽകിയിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് കാമുവിനൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ, സ്വന്തമായിട്ട് പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് എത്ര ക്രൂരമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എത്രയോ ആളുകൾ കുട്ടികളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു കുട്ടികളെ വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ദൈവമായിട്ട് ഇവർക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി, കുടുംബം നൽകി, അതൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് ജീവിക്കാനുള്ളതിന് കാമുവിനൊപ്പം പോകാൻ വേണ്ടി ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക. അപ്പോൾ അത്തരം സ്ത്രീകൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം. അതായത് പുറത്തിറങ്ങാൻ ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.